കമലഹാസന്റെ ജന്മദിനം പ്രമാണിച്ച് നായകൻ 4K ഡോൾബി അറ്റ്മോസിൽ റീ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടപ്പള്ളി ലുലു മാളിലുള്ള കൊച്ചി PVR Audi 2-ലായിരുന്നു ഈ സിനിമ ചാർട്ട് ചെയ്തിരുന്നത്. Audi 2 ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. ഈ സിനിമ സ്കോപ്പ് റേഷ്യോയും, അതുകൊണ്ട് തന്നെ മുകളിലും താഴെയും ബ്ലാക്ക് ബാർസോട് കൂടിയാണ് ഈ സിനിമ കാണാൻ കഴിഞ്ഞത്. തെൻപാണ്ടി ചീമയിലെ എന്നുള്ളൊരു പാട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് ഈ വീഡിയോയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരായിരിക്കും കോപ്പിറൈറ്റ് തരിക എന്നൊക്കെ അറിയാമല്ലോ. ഈ സിനിമ വലിയ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആൻഡ് നിങ്ങൾ ചൊവ്വാഴ്ചയാണ് ഈ സിനിമ കാണാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ PVRന്റെ സ്പെഷ്യൽ പ്രൈസ് ആയിട്ടുള്ള 92 റുപ്പീസിന് കാണാം. അങ്ങനെ ഒരു ക്ലാസിക് പടം കൂടി തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. നായകൻ എന്നും ക്ലാസിക്കാണ്. നമ്മൾ ഗോഡ് ഫാദർ ഒന്നും ആയിരിക്കില്ല നമ്മൾ ആദ്യമായിട്ട് കണ്ടിരിക്കുന്നത്. അതായത് എൻ്റെയൊക്കെ പ്രായമുള്ള ഒരു 90s കിഡ്സ് ഒക്കെ ആദ്യമായിട്ട് കണ്ടിരിക്കുന്നത് ഓഫ് കോഴ്സ് നായകനായിരിക്കും. പിന്നീട് നമ്മൾ ഈ ലോക സിനിമകളിലോട്ടുള്ള ഒരു പാഷൻ അല്ലെങ്കിൽ സിനിമ എന്നുള്ളത് ഒരു ഭയങ്കര ഒരു ക്രൈസൊക്കെ ആയി മാറിക്കഴിയുമ്പോഴേക്കും നമ്മൾ വേൾഡ് ക്ലാസിക് ആയിട്ടുള്ള അതിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ഗോഡ് ഫാദറെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഗോഡ് ഫാദർ കാണുമ്പോൾ നമുക്ക് ഈ നായകൻ മണിരത്നം, കമൽഹാസൻ അവരെ അടുത്ത ഇൻസ്പിറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായാലും നമ്മുടെ മനസ്സിൽ GOAT ഗോട്ട് എന്ന് പറയുന്നത് എപ്പോഴും നായകനായിരിക്കും. അപ്പോൾ നായകൻ വീണ്ടും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇത്തവണ കണ്ടത് അത് സ്പെഷ്യലാണ്, തിയേറ്ററിലാണ്. നായകൻ റിലീസ് 4K ഡോൾബി അറ്റ്മോസ് എന്നാണ് പറയുന്നത്. അതിൽ 4K കാര്യത്തിൽ ഓക്കെയാണ്, കാരണം ഇത് ഫിലിമിലെടുത്ത പടമായതുകൊണ്ട് തന്നെ 4Kയിലേക്ക് വരുമ്പോൾ നല്ല കിടിലൻ ക്ലാരിറ്റി തന്നെ നമുക്ക് കിട്ടും. 4K അപ്സ്കെയിൽ ചെയ്തിരിക്കുന്നതൊക്കെ ഗംഭീരമാണ്. പക്ഷെ സൗണ്ട് എനിക്ക് തോന്നുന്നു ഈ 87-ൽ ഇറങ്ങിയ പടമാണ്. അപ്പൊ 87-ൽ ഇവർ ഇതിന്റെ RRന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും ഒക്കെ അതിന്റെ ആ ഒരു ഫയൽ ഇവര് അറ്റ്മോസിലേക്ക് ആക്കുമ്പോൾ വല്ലാത്തൊരു നോയിസ് പൊല്യൂഷനാണ്. അതായത് ചെവി തുളച്ചു കയറുന്ന രീതിയിലുള്ള സൗണ്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പൊതുവേ ഞാൻ PVRന്റെ തിയേറ്ററിൽ ചൂസ് ചെയ്യാനുള്ള കാരണം ഇവര് സൗണ്ട് കാലിബ്രേറ്റ് ചെയ്യുന്നത് മനോഹരമായിട്ടാണ്. ബാക്കി വനിതയാണെന്നുണ്ടെങ്കിൽ നോയിസ് പൊല്യൂഷൻ ആണ് ചില സമയത്ത്. ഫസ്റ്റ് ഡേ ആണെങ്കിൽ പറയാൻ വേണ്ട, ഇവര് പ്രോപ്പറായിട്ട് സൗണ്ട് കാലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൾട്ടിപ്ലെക്സ് ആയതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് PVR ഫോറം മാളിലാണെങ്കിലും അല്ലെങ്കിൽ ലുലു മാളിലാണെങ്കിലും പടം കാണാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ PVR ലുലുവിലാണ് നായകൻ കണ്ടത്. നായകൻ Audi 2-ലായിരുന്നു. Audi 2 എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്ലാറ്റ് സ്ക്രീനാണ്. ഇത് സ്കോപ്പ് കുറയായതുകൊണ്ട് തന്നെ മുകളിലും താഴെയും ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു. ഫുൾ പടത്തിലും ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ സൗണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ പോലെയല്ല, ഒരു ബാർ കൂടിയതുപോലെ. അതായത് ചില സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വരുമ്പോൾ പണ്ടത്തെ ഉള്ള ആ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ചെവി തുളച്ച് കയറുന്ന പോലെ ഒരു അരോചക ഫീൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ സിനിമ ആസ് എ മൂവി എന്നുള്ള രീതിയിൽ നായകനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കമൽഹാസന് ആദ്യത്തെ നാഷണൽ അവാർഡ്, അതായത് മൂൺറാം പിറകി കിട്ടിയതിന് ശേഷമുള്ള രണ്ടാമത്തെ നാഷണൽ അവാർഡ് കിട്ടിയ പടമാണ് നായകൻ. അപ്പൊ നായകൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 33 വയസ്സോ സംതിങ് എന്തോണ് കമൽഹാസന്റെ പ്രായം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നായകൻ കാണുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ട്രാജിക് ഫിലിംസ്, കമൽഹാസന്റെ ഭൂരിഭാഗം ക്ലാസിക്കുകളും ട്രാജിക് ആണ്. ശരിക്കും പറഞ്ഞൊരു ഹാപ്പി എൻഡിങ് ഉള്ള അല്ലെങ്കിൽ ഒരു പുള്ളിയുടെ കോമഡി പടങ്ങളുണ്ട്, ഗംഭീരമായിട്ടുള്ള പടങ്ങളുണ്ട്, മൈക്കിൾ മദന കാമരാജൻ പോലുള്ള. പക്ഷെ ഞാൻ പറയുന്നത് പുള്ളിയുടെ നമ്മൾ ക്ലാസിക് എന്ന് എടുത്ത് പറയുന്ന മിക്ക പടങ്ങളും ഒരു സാഡ് എൻഡിങ് ഉള്ള അങ്ങനെയുള്ള ഇതുപോലുള്ള ഭയങ്കര ഡ്രാമ കലർന്ന പടങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ 33 വയസ്സിൽ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ഗ്രേറ്റ്നെസ് നമുക്ക് ഇപ്പോഴാണ് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഇതൊരു പുള്ളിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഏജിലും വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. ഇപ്പോൾ ഈ വേലു നായ്ക്കൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ഓൾമോസ്റ്റ് എല്ലാ ഏജിലൂടെയും കടന്നു പോകുന്നതാണ്. അപ്പോൾ ഓരോ ഏജിനും കമൽഹാസൻ കൊടുത്തിരിക്കുന്ന ബോഡി ലാംഗ്വേജ്, ആ ഒരു സൗണ്ടിൽ കൊടുത്തിരിക്കുന്ന മോഡുലേഷൻ, ഈ കാര്യങ്ങളൊക്കെ പക്ക. അതായത് 33 വയസ്സിൽ ഒരാൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈസ് ഓൾസോ എ ലെജൻഡ്. ഓൾറെഡി ലെജൻഡ് ആണ് പുള്ളിക്കാരൻ. അപ്പോൾ നമുക്ക് ഇപ്പൊ വീണ്ടും റീവാച്ച് ചെയ്യുമ്പോഴാണ് കുറെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. അതിനകത്ത് വേലുനായ്ക്കന്റെ മകൻ ചെറുതായിരിക്കുമ്പോൾ ഒരാള് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വരുന്നൊരു സീൻ ഉണ്ട്. അപ്പൊ ആ സീൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് കമൽഹാസൻ വരുന്നു, വേലുനായ്ക്കൻ വന്ന് ഓരോരുത്തർ സംസാരിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് പുള്ളിക്കാരനെ കൂട്ടത്തിലേക്ക് നോക്കിയിട്ട് നീ വന്നു പറഞ്ഞിട്ട് ഒരാളെയാണ്, പർട്ടിക്കുലർ ആയിട്ട് ഒരാളെയാണ് വിളിക്കുന്നത്. അയാളുടെ അടുത്താണ് മകൻ സംസാരിച്ചത്. അപ്പൊ അങ്ങനെ സ്ക്രിപ്റ്റിലുള്ള കുറെ സംഭവങ്ങൾ, ആ ഒരു നുവാൻസസ്, ആ ഒരു ഫോർ ഷാഡോയിങ്, ഈ സംഭവങ്ങളൊക്കെ ഇപ്രാവശ്യം കാണുമ്പോഴാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ചെയ്യുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സിനിമകൾ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ കാണുമ്പോൾ അതിന്റെ ഒരു ഗ്രേറ്റ്നെസ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നായകൻ എന്ന് പറയുന്ന സിനിമ അത് ആക്ച്വലി ഒരുപാട് സിനിമ, നമ്മളിപ്പോ ഒരു മാസ് ആക്ഷൻ പടത്തിന്റെ ഒരു ഷോട്ട്, ആ ഷോട്ടിൽ ഒരു കാറ് നിൽക്കുന്നു, ഫ്രെയിമിൽ നിൽക്കുന്ന ഒരു കാറാണ്. നായകൻ പുറകിലേക്ക് ഇരുന്നിട്ട് കൈകെട്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഷോട്ട് നമ്മൾ ഇഷ്ടംപോലെ സിനിമകൾ കണ്ടിട്ടുണ്ടാവും. ഫ്രെയിമിൽ കാണുന്ന ഒരു കാറായിരിക്കും. ആ കാറിൽ തൊട്ടടുത്തായിട്ട് നായകൻ പുറം തിരിഞ്ഞു നിൽക്കുന്നു. ചിലപ്പോൾ ഒരു ബീച്ചിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ലൊക്കേഷൻ എന്തോ ആവട്ടെ. ഇങ്ങനെയുള്ളൊരു ഷോട്ട് നമ്മൾ ഒരുപാട് മാസ്സായിട്ടുള്ള, ഒരുപാട് ക്ലാസ് ആയിട്ടുള്ള സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം
തുടങ്ങി വെച്ചത് നായകനാണ്. അതായത് ഫിലിം മേക്കിങ്ങിന്റെ ഒരുപാട് സാധ്യതകൾ തുറന്നു വെച്ചൊരു സിനിമയും കൂടിയാണ്. അതിൽ ഇളയരാജയുടെ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് തെൻപാണ്ടി ശീമയിലെ അതൊരു ക്ലാസിക്കാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ആ പാട്ടൊക്കെ നമ്മൾ ഒരുപാട് തവണ സ്പോട്ടിഫൈയിലും ആപ്പിൾ മ്യൂസിക്കിലും ഒക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് തിയേറ്ററിൽ ഈ പടത്തിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഫീല് അത് എടുത്തറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ നിലാത് വാനത്ത് മേലെ, ഞാൻ ആ പാട്ട് ഇപ്പൊ കേട്ടപ്പോൾ അതിനകത്തുള്ള ഒരു ജനകരാജന്റെ ഒരു മാനറിസം വെച്ചിട്ടുള്ള ഒരു സംഭവങ്ങൾ വിടിഞ്ചാ പോച്ച് എന്നുള്ളത് പിന്നീട് മനസ്സിലായത് ഇത് തമിഴ്നാട്ടിലെ ഒരു എന്താ പറയുക പോപ്പ് കൾച്ചർ റെഫറൻസ് തന്നെയായിട്ട് മാറിയിട്ടുള്ള ഒരു, അതായത് ലസ്റ്റിനെ വർണ്ണിക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പിയാണ്. ഇതുപോലുള്ള ക്ലാസിക് പടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ റിലീസാണ്. പക്ഷെ 4K അറ്റ്മോസിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെ ഈ സൗണ്ട് ഭയങ്കര പ്രശ്നമായിട്ടുള്ള രീതിയിൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത് ഇങ്ങനെയുള്ള ഈ സൗണ്ടിന്റെ ഇനി ഇവർ കാലിബ്രേറ്റ് ചെയ്തതിന്റെ പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് സൗണ്ട് നല്ല രീതിയിൽ എനിക്ക് അരോചകമായിട്ട് തോന്നി. ശരിക്കും നമുക്ക് ഒരു ദിവസം 3 സിനിമയൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ പണ്ടൊക്കെ 4-5 കണ്ടിട്ടുണ്ടായിരുന്നു. സിനിപോളിസ് മൾട്ടിപ്ലക്സ് ഓപ്പൺ ആയ ടൈമിലൊക്കെ 5 പടം ഒരു ദിവസം കണ്ടിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. അവിടെ തന്നെ ഭക്ഷണം കഴിക്കാമല്ലോ. ഇപ്പൊ അങ്ങനെയൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ഒരു മാക്സിമം 3 പടം അതിനുള്ളിൽ തന്നെ നിർത്തും. പക്ഷെ ആ 3 പടം കാണാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാണ്ട് ഈ 2 പടങ്ങൾ കണ്ടോടുകൂടി അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പൊ നായകൻ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഇതുപോലുള്ള ഒരുപാട് ക്ലാസിക്കുകളുണ്ട്. എനിക്ക് മൈക്കിൾ മദന കാമരാജൻ ഒന്ന് ബിഗ് സ്ക്രീനിൽ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കുരുതിപ്പനിൽ ആക്ച്വലി ആദ്യത്തെ DTS ഫിലിമോ അങ്ങനെ എന്തോ ഉണ്ട്. ഏതോ ഒരു ആദ്യത്തെ പടമാണത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് റീമാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്. ഫസ്റ്റ് DTS ഫിലിം ആണെന്ന് തോന്നുന്നു കുരുതിപ്പന്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഡിജിറ്റൽ ഫിലിം അത് മുംബൈ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. കമൽഹാസൻ ഇങ്ങനെ ഒരുപാട് ആദ്യത്തെ പടങ്ങൾ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി ഫിലിം മേക്കിങ്ങിന്റെ ഒരു പയനീർ, ആ ഒരു സംഭവങ്ങളിലേക്ക് വേണ്ടി ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള ഒരു ലെജൻഡാണ്. പക്ഷെ അങ്ങനെ കാര്യമില്ല. അവസാനത്തെ 2 സിനിമകളിൽ പുള്ളി കോമഡി പീസായി. ഇപ്പോഴത്തെ ജനറേഷൻ പുള്ളിയെ കാണുന്നത് ചിലപ്പോൾ ഈ 2 വർക്കുകൾ കൊണ്ടുള്ള കോമഡി, ആ ഒരു കോമഡി പീസായിട്ടായിരിക്കാം പുള്ളിയെ കാണുന്നത്. പക്ഷെ ഈസ് എ ലെജൻഡ്. മലയാളമല്ല, ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ്. ഇവരുടെ പടങ്ങളെല്ലാം വീണ്ടും വീണ്ടും റീമാസ്റ്റർ ചെയ്ത് വരികയാണെങ്കിൽ നല്ലതായിരുന്നു. ആകെയുള്ളത് വേട്ടയാട് വിളയാടും പിന്നെ ഈ നായകൻ മാത്രമാണ് ഇപ്പോൾ ഇവിടെ റിലീസായിട്ടുള്ളൂ. അതിൽ വേട്ടയാട് വിളയാട് കഴിഞ്ഞ വർഷം റിലീസായതായിരുന്നു 4Kയിലേക്ക് അപ്സ്കെയിൽ ചെയ്തിട്ട്. ഇപ്പോൾ ഇത് വീണ്ടും റിലീസായെന്നുള്ളൂ. ഇപ്രാവശ്യത്തെ റിലീസ് നായകനാണ് പ്രോപ്പർ. സോ നായകൻ കാണാൻ താല്പര്യമുള്ളവർ കാണുക. ഈ നായകനെ കാണുമ്പോഴായിരിക്കും നമുക്ക് ഈ സിനിമകളെല്ലാം ഇങ്ങനെയല്ല വന്നത്, ഇങ്ങനെയാണല്ലേ വന്നുള്ളൂ. പിന്നെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മിമിക്രിക്കാർ കമൽഹാസൻ അനുകരിക്കുന്ന ആ ഒരു കരച്ചിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ തുടക്കം ഈ സിനിമയിൽ നിന്നാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു നായകൻ റിലീസ് വാച്ച് ചെയ്ത്. ഇനി നാളെ അച്ചൂട്ടിയെ കാണാൻ പോകണം. അമരം റിലീസ് ആയിട്ടുണ്ട്, അത് കാണും.